Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. പ്രയർ ആരാണ്? മാം ഞാനാണ് സൗമ്യ. O God, source of wisdom, knowledge, and understanding, we ask you to bless us and our teachers. Fill us with your wisdom, knowledge, and understanding. Give us good health and protect us from all dangers of body and soul. Help our teachers to understand us and to deal with us gently. Help them to be guides to us and bring out the talent that is within us. Thank you. Ma'am, thought of the day. Thought of the day പറഞ്ഞോളൂ. Life is a book, every day a new page, every month is a new chapter, and every year is a new series. APJ Abdul Kalam. Then sign in ആരാണ്? ഞാനാണ് മാം. ഒരു വ്യക്തി പരിചയമാണ്. നാളെ ബഷീർ ദിനായതുകൊണ്ട് ഇന്ന് പറയുന്നു, നാളെ ക്ലാസ് ഇല്ലല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായ മലയാള സാഹിത്യകാരന്റെ സ്മരണയ്ക്കാണ് ജൂലൈ 5 എല്ലാ വർഷവും ബഷീർ ദിനം ആചരിക്കുന്നത്. 1994 അദ്ദേഹം അന്തരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ ആരായിരുന്നു? ജനനം ജനുവരി 21, 1908, വൈക്കം, കേരളം. അന്ത്യം ജൂലൈ 5, 1994. അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന് സ്നേഹപൂർവ്വം. പ്രസിദ്ധമായ കൃതികൾ ബാല്യസാഹിക സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്ക് റാണി ഉണ്ടായിരുന്നു, പ്രേമലേഖനം. സാധാരണ ശൈലി. സാധാരണ ജനങ്ങളുടെ ഭാഷയും ജീവിതവും അടയാളപ്പെടുത്തുന്ന ലളിതവും ഹൃദയസ്പർശവുമായ ശൈലി. താങ്ക് യു. ആരെങ്കിലും ഒരു ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും ചെയ്യാമോ? ആക്ഷൻ സോങ് ആരെങ്കിലും റെഡിയാണോ ചെയ്യാനായിട്ട്? ഞാൻ ചെയ്യാം മാം. ഓക്കെ, അന്നാമരിയ അല്ലേ? ആൻമരി. എന്റെ പേര് ഷിൽജി എന്നാ, കൊച്ചിന്റെ പേരാണ് ആൻമരിയ. ഓക്കെ ഓക്കെ, ആൻമരിയ. ഓക്കെ ഓക്കെ, ചെയ്തോളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഓപ്പൺ ആക്കണമല്ലോ? വീഡിയോ ചെയ്തോളൂ, പറ്റുമെങ്കിൽ ചെയ്തോളൂ, വീഡിയോ ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ. മ്യാവൂ മ്യാവൂ പൂച്ചക്കുട്ടി, മീശക്കാരൻ പൂച്ചക്കുട്ടി, പമ്മി പമ്മി വന്നു എലിയെ പിടിച്ചു തിന്നു. കുറച്ചിരി ഉണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ് തുടങ്ങി ആക്ഷൻ സോങ് ചെയ്യട്ടെ ഓരോരുത്തരായിട്ട്. ഓക്കെ, നമുക്ക് എല്ലാവരെയും കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓരോരുത്തരായിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാലോ, പ്രയറും സൈനിനും തോട്ട് ഓഫ് ദ ഡേ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ ആക്ഷൻ സോങ്ങും ചെയ്യാനായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാം. ഓക്കെ, പിന്നെ കഥ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസ്, അതായത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് പറയാം, പാട്ടുകൾ പാടാം, അങ്ങനെ ഇഷ്ടമുള്ളത് എന്താണോ, പ്രോവർബ് പറയാം, അതിന്റെ മെസ്സേജ് പറയാം, അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ടത് എന്താണോ അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ലിനി തോമസ് എന്താണ് വാ വിളിക്കുന്നുണ്ടല്ലോ? കൈ തട്ടിയതാ മാം, സോറി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്? വൈറ്റമിൻസ് ആണെന്ന് തോന്നുന്നു. കാറ്റഗറി, വാട്ടർ വൈറ്റമിൻസ്, ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്, ഓരോ കാറ്റഗറി.
തമ്മില് ടേബിളിൽ ഞാൻ കാണിച്ചു തന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലേ നിങ്ങള്? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞല്ലേ ADEK അല്ലെ? അതിനെ കുറിച്ച് ഒന്ന് ഷോർട്ട് ആയിട്ട് 2 മിനിറ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം ആർക്കെങ്കിലും വൈറ്റമിൻസിനെ കുറിച്ച്. അപ്പൊ കേറാത്തവരുണ്ടെങ്കിൽ, ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി കുറച്ച് ഹെൽപ്ഫുൾ ആകും. ഒന്ന് പറയാമോ? 2 മിനിറ്റ് മതി, വൈറ്റമിൻസ് മാത്രം. ആരും ഇല്ലേ ചെയ്യാനായിട്ട്? പറയാം മിസ്. ആ, വൈറ്റമിൻസ് മാത്രം, മിനറൽ സോൾട്സിന്റെ താഴെയുള്ള പോയിന്റിലെ വൈറ്റമിൻസ്, ആ പോയിന്റ് അല്ലേ? ആ വൈറ്റമിൻസിന്റെ പോയിന്റ്. അതായത് നമ്മള് കുറച്ച് സ്ക്രീൻ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അത് പറയാൻ പറഞ്ഞത്. കാറ്റഗറി vitamins, it is very important for health and well-being. നമ്മുടെ ശരീരത്തില് കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് വിറ്റാമിൻസ്. അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അതിന്റെ അളവ് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ദിവസത്തെയും ആഹാരത്തിൽ വിറ്റാമിൻസ് പ്രത്യേകം ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റും കാലോറീസും നമുക്ക് വലിയ അളവിൽ ലഭിക്കും, പക്ഷെ വിറ്റാമിൻസ് കഴിക്കുന്ന ആഹാരത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വിറ്റാമിൻസ് പ്രധാനമായിട്ട് 2 തരത്തിലാണ്, ഫാറ്റ് സൊല്യൂബിളും വാട്ടർ സൊല്യൂബിളുമാണ്. ഫാറ്റ് സൊല്യൂബിൾസ് എന്ന് പറയുന്നത് വൈറ്റമിൻ A, D, E, K എന്നതാണ്. അതുപോലെ തന്നെ അത് നമുക്ക് ഫാറ്റി ഫുഡിൽ മാത്രമാണ് അത് അബ്സോർബ് ചെയ്യുകയുള്ളൂ. പിന്നെ വൈറ്റമിൻ B and C ആണ് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത്. പോയിന്റ് നമ്മൾ പ്രത്യേകം പഠിച്ചത് സ്റ്റോറേജ്. വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ബോഡി ആവശ്യത്തിനുള്ള വിറ്റാമിൻസ് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ട് ബാക്കിയെല്ലാം യൂറിൻ കൂടെ പുറത്തേക്ക് വിടുകയാണ് വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് ചെയ്യുന്നത്. ഫാറ്റ് സൊല്യൂബിൾ ആണെങ്കിൽ അത് നമ്മുടെ ടിഷ്യൂവിലും മസിൽസിലും അത് സ്റ്റോർ ചെയ്ത് വെക്കും, അധികം വരുന്നതിന് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ വാട്ടർ സൊല്യൂബിളിന്റെ അബ്സോർപ്ഷൻ വരുന്നത് അത് ഡയറക്ട്ലി ബ്ലഡിലേക്കും വെള്ളത്തോടു കൂടി ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഫാറ്റ് സൊല്യൂബിൾ അത് ഡയറ്ററി ഫാറ്റ് ആണ് അത് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ വിറ്റാമിൻസ് സിയും ബിയും ആണ് വാട്ടർ സൊല്യൂബിൾ എന്ന് പറയുന്നത്. B1, B2, B3, B6, B12 ആൻഡ് ഫോളേറ്റ്, ഇതെല്ലാമാണ് വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ്. ഇനി ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് പറയുന്നത് A, D, E, K ആണ്. ഇനി ഇതിന്റെ ടോക്സിസിറ്റി വളരെ ചെറിയ ടോക്സിസിറ്റി ആണ് വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസിനുള്ളത്. കാരണം അതിന്റെ ബാലൻസ് ഉള്ളത്, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് യൂറിനിൽ കൂടെ അപ്പോൾ തന്നെ പുറത്തേക്ക് വിടുകയാണ്. അതുകൊണ്ട് ഒരു ദോഷം വരുന്നില്ല. എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എന്ന് പറയുന്നത് അത് ഹൈ റിസ്ക് ആണ്. കാരണം അധികമുള്ളത് ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. നമുക്ക് പിന്നീട് സമയത്ത് നമ്മുടെ ലിവറിനും എല്ലാം അത് വളരെ ഉപദ്രവമായിട്ട് മാറും. പിന്നെ ഇൻടേക്ക് നീഡ്സ്, നമുക്ക് അത് എന്നും കൺസ്യൂം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡയറ്റിലൂടെ നമുക്ക് എന്നും വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ് കൺസ്യൂം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് നമുക്ക് കുറച്ച് അളവിൽ മാത്രമാണ് ആവശ്യമുള്ളൂ. കാരണം അതിന്റെ നല്ലൊരു ശതമാനം ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടാവും ഓൾറെഡി അധികമുള്ളത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ വാട്ടർ സൊല്യൂബിൾ അങ്ങനെയല്ല, അധികം ശരീരത്തിൽ ഉണ്ടാവാത്തത് കൊണ്ട് നമ്മൾ എന്നും കഴിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഇമ്പോർട്ടൻസ് പറയുന്നത് വാട്ടർ സൊല്യൂബിളിനെ അത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇമ്മ്യൂൺ ഫംഗ്ഷനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും വാട്ടർ സൊല്യൂബിൾ. ഫാറ്റ് സൊല്യൂബിൾ സപ്പോർട്ട് വിഷൻ, കണ്ണിന്റെ കാഴ്ചശക്തിക്കും എല്ലുകൾക്കും ആരോഗ്യത്തിനും ഇമ്മ്യൂൺ ഫംഗ്ഷനും സ്കിൻ ഹെൽത്തിനൊക്കെ ഫാറ്റ് സൊല്യൂബിൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം. ഓക്കെ മാഡം, ഇത്രയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. Okay, then next one, nutrition. Okay, just ഒന്ന് നിങ്ങളൊന്ന് 1 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യട്ടോ. പേജ് നമ്പർ ഒന്ന് പറയോ?
പേജ് നമ്പർ 13 കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. ഒരാളൊന്ന് റീഡ് ചെയ്തേ, ഉച്ചത്തിലൊന്ന് വായിച്ചേ. ഒരാള് വായിക്കും. സംഗീത വായിച്ചോളൂ. സംഗീതയാണോ പറഞ്ഞത്? അല്ല, ഷംന. ഷംന. ഓക്കെ, ഷംന വായിച്ചോളൂ. Nutrition is the process of taking in food and using it for growth, metabolism, and repair. Nutritional support is calculated to meet the nutritional requirements for growth and development, as well as to satisfy specialized nutritional requirements for adequate digestion, absorption, and metabolism of nutrients. Balance വായിക്കണം. ബാലൻസ് വായിച്ചോളൂ. Nutritional needs include the following: adequate level of calories required for growth, development, and increased metabolic demand. Sufficient level of proteins that is safe for the age of the child. Levels of calcium, phosphorus, vitamin D, and iron that are age suitable. Sufficient levels of other vitamins and minerals. Sufficient levels of essential fatty acids. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ടിഷ്യൂസിൻ്റെയൊക്കെ റിപ്പയറിനും ആവശ്യമായ ഘടകങ്ങൾ ഭക്ഷണത്തിൽ നിന്നും വലിച്ചെടുക്കുന്നതിനാണ് ന്യൂട്രീഷണൽ സപ്പോർട്ട്. ക്ലിയർ ആവുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്. കേക്കാവോ മാം? കേക്കാം, പറഞ്ഞോളൂ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല് നമ്മള് കഴിക്കുന്ന ഫുഡിൽ നിന്നും നമ്മുടെ ഗ്രോത്തിനും മെറ്റബോളിസം, ടിഷ്യൂസിന്റെ ഒക്കെ റിപ്പയർ, ഇതിനൊക്കെ ആവശ്യമായ കണ്ടൻസ് എല്ലാം ഫുഡിൽ നിന്നും വലിച്ചെടുക്കുന്നു. വൈറ്റമിൻസ് എല്ലാം, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, ഇങ്ങനെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ന്യൂട്രീഷണൽ ഫുഡ് എന്ന് പറയുന്നത്. Nutritional support is calculated to meet the nutritional requirements for growth and development. ന്യൂട്രീഷൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ആവശ്യമായ ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി, ആസ് വെൽ ആസ് ടു സാറ്റിസ്ഫൈ സ്പെഷ്യലൈസ്ഡ് nutritional requirements for adequate digestion, absorption, and metabolism of nutrients. അതായത് നമ്മുടെ ഡൈജഷനും അബ്സോർപ്ഷനും നമ്മുടെ ബോഡിക്ക് നടക്കുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും എല്ലാം ന്യൂട്രീഷൻ ആവശ്യമാണെന്നുള്ളത് കറക്റ്റ് ലെവലിൽ കിട്ടുന്നു എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. Nutritional needs include the following:
adequate level of calories required for growth, development and increased metabolic demand. നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ആവശ്യമായ അളവില് ഉള്ള കാലോറീസിൽ നമ്മൾ ഓരോ ഫുഡും കഴിക്കണം. പിന്നെ സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ഈസ് സേഫ് ഫോർ ദ ഏജ് ഓഫ് ദ സെൽഫ്. ഓരോ കുട്ടികളുടെയും ഏജിനനുസരിച്ചിട്ടുള്ള കാലോറിയിലുള്ള പ്രോട്ടീൻസും മിനറൽസും ഒക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യണം. ഏതായാലും നമുക്ക് അത് നമ്മുടെ അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അതും നമുക്ക് ദോഷമായിട്ട് ബാധിക്കും നമ്മുടെ ശരീരത്തിൽ. ലെവൽ ഓഫ് കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സൂട്ടബിൾ. കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, ഇതെല്ലാം അയൺ, ഇതെല്ലാം ഓരോരുത്തരുടെയും ഏജിനനുസരിച്ചിട്ടായിരിക്കും കണക്കാക്കുന്നത്. Sufficient levels of other vitamins and minerals, sufficient levels of fatty acids. വൈറ്റമിൻസും മിനറൽസും എല്ലാം അതുപോലെ ഓരോ ഏജ് പ്രായം അനുസരിച്ച് അതാത് ലെവലിൽ ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ഫാറ്റി ആസിഡ്. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞോളാം കേട്ടോ. അതായത് ഏകദേശം കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ, ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ് ആൻഡ് യൂസിങ് ഇറ്റ് ഫോർ ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് റിപ്പയർ. അതായത് ഈ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഭക്ഷണം സ്വീകരിച്ച്, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ടിഷ്യൂസിന്റെ റിപ്പയറിങ്ങിന് ഒക്കെ വേണ്ടിയിട്ട് ഭക്ഷണം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പോഷകപ്രദമായിട്ടുള്ള ഭക്ഷണം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പോ ന്യൂട്രീഷൻ എന്തിനൊക്കെയാ സഹായിക്കുന്നത്? നമ്മുടെ ഡെവലപ്മെന്റ് അല്ലെ, നമ്മുടെ ഗ്രോത്ത്, ശരീര വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷൻ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മതിയായിട്ടുള്ള രീതിയിൽ ദഹനം നടക്കുക, ഡൈജഷൻ നടക്കുക, അതുപോലെ അബ്സോർപ്ഷൻ നടക്കുക, ദെൻ മെറ്റബോളിസം നടക്കുക. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഏത് തരം ഫുഡ് ഐറ്റമാണ് കഴിക്കേണ്ടത്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ആയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പൊ കഴിക്കുന്ന സമയത്തിൽ, കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂട്രീഷ്യസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യാം. ഇത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസാ വരിക? നമുക്ക് പറയാൻ പറ്റില്ല, ഇന്ന രോഗമാണെന്ന് പറയാൻ പറ്റില്ല. പല വിധത്തിലുള്ള രോഗങ്ങളും അറ്റ് എ ടൈം നമുക്ക് വരാം അല്ലെ? ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ചിലപ്പോ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ മതിയായിട്ടുള്ള ന്യൂട്രീഷൻ ഇല്ലാതിരിക്കുക. അപ്പൊ ചിലപ്പോ നമ്മുടെ കണ്ണിനെ ബാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ബാധിക്കാം, ഹെയറിനെ ബാധിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ അസുഖമല്ലേ? എന്താണ്? വൈറ്റമിൻ ഡി കുറഞ്ഞാലൊക്കെ ഒരുപാട് അസുഖങ്ങള് നമ്മുടെ ശരീരത്തിൽ ബാധിക്കും. വൈറ്റമിൻ ഡി, അതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് സഫീദ പറഞ്ഞത് കറക്റ്റ് ആണ്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഒരുപാട് സിംറ്റംസ് കാണിക്കും. പക്ഷെ നമുക്ക്, അതായത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് കൈകാൽ വേദന വന്നു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഒരുപാട് മുടി കൊഴിഞ്ഞു എന്ന് വിചാരിക്കുക, സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ചുളുങ്ങിയിരിക്കുന്നു, അതായത് ചുളിവുകളൊക്കെ വന്നെന്ന് വിചാരിക്കുക. അതുപോലെ എപ്പോഴും ഉറക്കം വരുന്നു, എപ്പോഴും മടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക നമുക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അപ്പൊ നമ്മൾ വേഗം തന്നെ ഡോക്ടറെ ചെന്ന് കാണും അല്ലെ? അപ്പൊ ഡോക്ടർ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വൈറ്റമിൻ ഡി അല്ലേ എഴുതി തരിക? അതെ. പിന്നെ വേണമെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കാൻ പറയും, കൊളസ്ട്രോൾ ലെവൽ നോക്കാൻ പറയും, പിന്നെ ഒരു തൈറോയ്ഡ് ടെസ്റ്റും കൂടി എഴുതാം. ഓക്കെ, അപ്പൊ ചിലപ്പോ അതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. തൈറോയ്ഡ് ഫംഗ്ഷൻ, അതായത് TSH, T4, T3 ഒക്കെ നോർമൽ ആണ്.
ബ്ലഡ് ഷുഗർ നോർമൽ ആണ്. കൊളസ്ട്രോൾ നോക്കി, HDL നോക്കി, LDL നോക്കി അല്ലെ. 2 തരം കൊളസ്ട്രോൾ ഉണ്ട് അല്ലെ. ചീത്ത കൊളസ്ട്രോളും ഉണ്ട്, നല്ല കൊളസ്ട്രോളും ഉണ്ട്. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റില് ഇൻസഫിഷ്യന്റ് എന്നാണ് കാണിക്കുന്നത്, ഡെഫിഷ്യൻസിയാ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കാണിച്ചു കഴിയുമ്പോൾ ഡോക്ടർ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമുക്ക് തരും അല്ലെ. വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഉണ്ട്. അത് നമ്മൾ ഡോക്ടർ പറയുന്ന രീതിക്ക് അനുസരിച്ച് ആ കോഴ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ആ ടാബ്ലറ്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടല്ലേ. എന്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിരുന്നു മാം. അതെ അല്ലേ. എന്തൊക്കെയായിരുന്നു സിംറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഫ്രണ്ട്? പല്ലിന് എന്തൊക്കെ പൊട്ടോ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു. പിന്നെ ക്ഷീണം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോ ടാബ്ലറ്റും എടുക്കാൻ പറഞ്ഞു. പിന്നെ വെയിൽ കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. വെയിൽ കൊള്ളണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഗുളിക കഴിച്ചാൽ മാത്രം വൈറ്റമിൻ ഡി നമുക്ക് കിട്ടില്ല. ചിലവർ കൂടുതലായിട്ട് വണ്ണം വെക്കുന്നവരുണ്ടാവാം, ഓവർ വെയിറ്റ്. അതായത് നമ്മൾ അധികം ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മുടെ ബോഡി ചീർത്ത് വരുവാണെങ്കിൽ, അതായത് ശരീരം നീര് വെച്ച പോലെ വരുവാണെങ്കിൽ അതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കാം. ഉറക്കക്കുറവുണ്ടാവും. അപ്പോ നമ്മൾ ഈ മെഡിസിൻ, അതായത് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ വീക്ക്ലി വൺസ് നമ്മൾ കഴിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സൺലൈറ്റ് കൊണ്ടാൽ മാത്രമാണ് അത് അബ്സോർബ് ചെയ്യുക, അതായത് ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കുക. ആ ഒരു കാര്യം കൂടി. മീനുകൾ കഴിക്കാൻ പറഞ്ഞിരുന്നു. ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവില്ലേ, അതുപോലുള്ള മീന്, പാല്, മുട്ട അങ്ങനെയുള്ളത് കഴിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഈ വെയിൽ കൊള്ളാന്ന് പറയുമ്പോൾ ഭയങ്കര UV റേസ് അല്ല കേട്ടോ, അൾട്രാവയലറ്റ് കിരണങ്ങളല്ല കൊള്ളേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഡാമേജ് ആണ് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ. മറിച്ച് രാവിലെയുള്ള വെയില്, അത് അധികം നമ്മൾക്കറിയാലോ, ഉച്ചയാവാതെയുള്ള, നട്ടുച്ചയ്ക്ക് പോയൊന്നും ആയിരിക്കരുത്, അല്ലെങ്കിൽ വൈകുന്നേരം ഉള്ള ഇളം വെയില്, അതൊക്കെ കൊണ്ടാലാണ് ഇത് കറക്റ്റ് ആയിട്ട് ഈ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ പിടിക്കുള്ളൂ കേട്ടോ. എന്നോടൊരു ഡോക്ടർ പറഞ്ഞതാണ് അങ്ങനെ. എന്റെ മോനെ കൊണ്ട് ചെന്നപ്പോ എല്ലാരും പറഞ്ഞു രാവിലത്തെ വെയിലെന്നാ പറഞ്ഞ. പക്ഷേ ഈ ഉച്ചക്കത്തെ വെയില് കൊണ്ടു കഴിഞ്ഞാല് ചിലര് പറയും എന്തോ കറക്കും, ക്ഷീണം വരും, അതുകൊണ്ടാണ് ഉച്ചക്കത്തെ വെയിൽ കൊള്ളരുതെന്ന് പറയും. പക്ഷെ ഉച്ചക്കത്തെ വെയിൽ കൊള്ളാനാ, കുറച്ചെങ്കിലും നമ്മൾ കൊള്ളാതിരിക്കരുത്, ഇച്ചിരിയെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൊള്ളാം. അതുകൊണ്ടാണ് D3 കുറവ് വരുന്നതെന്നാ പറയുന്നത് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, പല അഭിപ്രായങ്ങളാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനെ കൊണ്ട് ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ള UV റേസ് കൊള്ളരുത്. രാവിലെ ഒരു 10, 10:30, 11 മണി വരെയുള്ള വെയിൽ നമുക്ക് കൊള്ളാം. അതിനുശേഷം അൾട്രാവയലറ്റ് റേസ് ആണ് വരുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, വൈറ്റമിൻ ഡി കുറവുള്ളവര് കേട്ടോ. ഓക്കെ, ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ ചെറിയ ഫിഷ് ഐറ്റംസ് പോലുള്ള കാര്യങ്ങൾ ധാരാളം കഴിക്കുക, കറി വെച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. വെജിറ്റബിൾസ് തന്നെ ലീഫി വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇലക്കറികൾ കൂടുതലായിട്ട്, മുരിങ്ങയിലുണ്ട്, ചീരയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വിധം വരെ ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ന്യൂട്രീഷനിൽ പറയുന്നത് കേട്ടോ. ദെൻ ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോവിങ്. എന്തൊക്കെയാണ് ന്യൂട്രീഷന്റെ ആവശ്യകതകൾ, എന്താണ് പ്രധാനപ്പെട്ട നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. adequate level of calories required for growth, development and increased metabolic demand. അതായത് ഈ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ നിന്ന് കിട്ടുന്ന കലോറീസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കും, അതുപോലെ തന്നെ ഡെവലപ്മെന്റിനെ സഹായിക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് ഡിമാൻഡ് കൂടും. ഓക്കെ, മെറ്റബോളിസം നമുക്ക് കൂടുതലാവുമ്പോൾ വിശപ്പ് കുറവായിരിക്കും ഉണ്ടാവുക. മെറ്റബോളിസം കുറവുള്ള ആളുകളിലാണ് വിശപ്പ് കൂടുതലായിട്ടുണ്ടാവുക. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങളെ ഗ്രീൻ ടീയുടെ ഒക്കെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതിനകത്ത് പറയുന്നുണ്ട് മെറ്റബോളിക് റേറ്റ് കൂട്ടും എന്ന് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓട്സിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലെടുത്ത മെറ്റബോളിക് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, ചിലർക്ക് അതിന്റെ ഇത് ഇഷ്ടമല്ല, ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല,
പക്ഷെ നല്ലതാണത്, നമുക്ക് ബെറ്റർ ആണ്. അത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. കുറച്ച് ദിവസം കഴിച്ചു കഴിയുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അത് മെറ്റബോളിക് റേറ്റ് കൂട്ടുന്ന ഒരു കണ്ടന്റ് അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് വിശപ്പ് അധികം അനുഭവപ്പെടില്ല. നമുക്ക് വിശപ്പുള്ളപ്പോഴാണല്ലോ നമ്മൾ ഈ കൂടുതൽ ആഹാരം കഴിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഫാറ്റ് ആകുന്നത്. കുടിക്കാറുണ്ട് അല്ലെ? സഫീദ് കുടിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, ഈ അഡിക്കേറ്റ് ലെവലിലുള്ള കലോറീസ് ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഗ്രോത്തും ഡെവലപ്മെന്റും അതുപോലെ തന്നെ മെറ്റബോളിക് ഡിമാൻഡും കൂടുക. സെക്കൻഡ് പോയിന്റ്, സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ഇറ്റ് സേഫ് ഫോർ ദ ഏജ് ഓഫ് ദ ചൈൽഡ്. അതുപോലെ തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള, അതായത് പ്രോട്ടീൻ എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അത് മതിയായ അളവിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ് അല്ലെ നമ്മുടെ മസിൽസിന്റെ ഗ്രോത്തിന്. അതുപോലെ തന്നെ ധാരാളം ഫങ്ഷൻസിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രോട്ടീന്റെ അളവ് എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിരിക്കണം, കൂടുതലാവരുത് കേട്ടോ. എന്തും കൂടുതലായാലും എന്താണ് ഉണ്ടാവുക? എന്താണ്? അധികമായാൽ അമൃതം വിഷം, അങ്ങനെയല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടില്ലേ? അപ്പൊ സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ആയിരിക്കണം. അത് കുട്ടികൾക്കായാലും ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലേ? ഓക്കെ, നല്ലതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ലെവൽസ് ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സ്യൂട്ടബിൾ. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള, അതായത് അവർക്ക് കാൽസ്യത്തിന്റെ ലെവല് പ്രോപ്പർ ആയിട്ട് ഉണ്ടാകണം, ഫോസ്ഫറസിന്റെ കണ്ടന്റ്, വൈറ്റമിൻ ഡി, അയൺ, ഇതൊക്കെ അവരുടെ ഏജിനനുസരിച്ചുള്ള രീതിയിൽ അവരുടെ ശരീരത്തിനുള്ളിൽ എത്തണം എന്നാണ് പറയുന്നത്. ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ, സഫീഷ്യന്റ് ലെവൽസ് ഓഫ് അതർ വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. പിന്നെ അതുപോലെ തന്നെ മറ്റു വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും എല്ലാത്തരം ധാതു ലവണങ്ങളുടെയും വിറ്റമിൻസിന്റെ ഒക്കെ അളവ് ഉണ്ടായിരിക്കണം ശരീരത്തിൽ. അതിനു വേണ്ടിയിട്ട് സഫീഷ്യന്റ് ലെവൽസ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, ഫാറ്റി ആസിഡുകൾ ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ അതിന്റെയും ലെവൽ കറക്റ്റ് ആയിരിക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയാ, ആ ഒരു ന്യൂട്രീഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു ബോഡിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. നെക്സ്റ്റ് വൺ, മാൽ ന്യൂട്രീഷൻ ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യട്ടോ. മാൽ ന്യൂട്രീഷൻ. മാം, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരണേ. പറഞ്ഞുതരാം. ഓക്കെ. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്തേ. ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാ? റീഡ് ചെയ്യട്ടോ. വായിക്കട്ടെ. സൂര്യ രാജു. Nutrients is the condition that occurs when the body does not get sufficient nutrients caused by not having enough to eat, not eating enough of the right things, or being unable to use the food that one does eat. It will result from insufficient to unbalanced diet, problems with digestion or absorption, insufficient medical condition. Malnutrition is prevalent in areas where there is lack of food, unsafe water,
മാം അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് നോട്ടിനകത്ത് വന്നിട്ടില്ല, ലൈൻസ് വന്നിട്ടില്ല. Unsafe water supplies and insufficient sanitation, the risk. ഓക്കെ. Okay. Explain ചെയ്തോളൂ കേട്ടോ. ഈ മൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആഹാരക്കുറവ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പോഷകാഹാരക്കുറവ്, അത് ആവശ്യത്തിന് ഫുഡ് ശരീരത്തിന് ലഭിക്കാത്ത ഒരു കണ്ടീഷനാണ്. ശരിയായ ഭക്ഷണം വേണ്ടത്ര കഴിക്കാത്തത്, അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാത്ത ഒരു കണ്ടീഷനെയാണ് മൽന്യൂട്രീഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്, അതായത് സഫീഷ്യന്റ് അല്ലാത്ത ഒരവസ്ഥ. അൺബാലൻസ്ഡ് ഡയറ്റ്, ഡയറ്റ് കീപ്പ് ചെയ്യുന്നില്ല, മലയാളം പറയാൻ, ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനെയാണത്. രണ്ടാമത്തെ പ്രോബ്ലം വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ, നമ്മുടെ ഭക്ഷണം ശരിയായ രീതിയിൽ ശരീരത്ത് ആഗിരണം ചെയ്യാത്ത ഒരു കണ്ടീഷനെയാണ് ആ പോയിന്റ് പറയുന്നത്. രണ്ട്, അൺസഫീഷ്യന്റ് മെഡിക്കൽ കണ്ടീഷൻ, വ്യക്തമായ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഒരു ലഭിക്കാത്തൊരവസ്ഥ. ബാക്കി പോയിന്റ് എനിക്കില്ല, നോട്ടിനകത്ത് വന്നിട്ടില്ല. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് ന്യൂട്രീഷൻ ആവശ്യത്തിലധികം കിട്ടാത്തത്, അല്ലെങ്കിൽ ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥയാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അതായത് നമ്മുടെ ബോഡി എന്താ പറയാ, പല രീതിയിലാണ് മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നത്. അത് ഒന്നെന്ന് പറയുന്നത് ആവശ്യത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാത്തത്. മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഒന്നാമതെന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഹാവിങ് ഇനഫ് ടു ഈറ്റ്, ആവശ്യത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാത്തത്. അതുപോലെ തന്നെ നോട്ട് ഈറ്റിംഗ് ഇനഫ് ഓഫ് ദ റൈറ്റ് തിങ്, വേണ്ടത്ര ഭക്ഷണം കഴിക്കാത്തത്. ഓക്കെ. അതായത് ശരിയായിട്ടുള്ള ഭക്ഷണം ശരിയായ സമയത്ത് കഴിക്കാതിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർ ബീയിങ് അണേബിൾ ടു യൂസ് ദ ഫുഡ് ദാറ്റ് വൺ ഡസ് ഈറ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തത്. അപ്പൊ 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞാല് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തത്, അതുപോലെ രണ്ടാമത്തേന്ന് പറഞ്ഞാല് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാത്തത്, അതുപോലെ തന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ 3 അവസ്ഥകൾ കൊണ്ടും എന്ത് വരാം? മാൽന്യൂട്രീഷൻ സംഭവിക്കാം. അപ്പൊ ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി ആണെന്ത്? മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര രീതിയിൽ ന്യൂട്രീഷൻ കിട്ടാത്ത അവസ്ഥയാണ് എന്ത്? മാൽന്യൂട്രീഷൻ. മനസ്സിലായോ? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാമെന്ന് മനസ്സിലായോ മാൽന്യൂട്രീഷൻ? ഓക്കെ. അപ്പോ ഫുഡ് കഴിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴായാലും നിങ്ങൾ കൊടുക്കുമ്പോഴായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ 3 കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലേ, ഈ 3 കാറ്റഗറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? കുട്ടികള് ശരിക്കും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കും ചില സമയത്ത്? ഇല്ല അല്ലേ? ശരിയായ സമയത്ത് അല്ലെങ്കിൽ ശരിയായ അളവിലായിരിക്കും അവര് ഭക്ഷണം കഴിക്കുന്നേ? ഇല്ല അല്ലെ? കുട്ടികൾ ഉണ്ടാവാം അല്ലെ? ഇനി അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കും പക്ഷെ അവരുടെ ശരീരത്തിൽ അത് കാണില്ല അല്ലെ? എന്തുകൊണ്ടാണ്? ഭക്ഷണം നന്നായിട്ട് കഴിക്കും പക്ഷെ അവരുടെ ശരീരത്തിൽ പിടിക്കില്ല അല്ലെ? അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടുവരാറുണ്ട്. ചില കുട്ടികൾ എന്ന് പറഞ്ഞാല് ഒരു ഭക്ഷണവും കഴിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ലേ, ചില ആളുകള് എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കില്ല അല്ലെ? ശോഷിച്ചായിരിക്കും. ശല്യൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയുന്നത് കേൾക്കാം, അറിയില്ല. കുട്ടികൾക്ക് വിരശല്യൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത് പറയുന്നത് കേൾക്കാറ്. അങ്ങനെയാണ് അല്ലെ? അതായത് കുട്ടികളുടെ കേസ് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ പുറത്തോട്ട് കാണണമെന്നില്ല. അതിപ്പോ വലിയവരുടെ കേസ് എടുക്കുകയാണെങ്കിലും ചില ആളുകൾക്ക് എത്രത്തോളം ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ വണ്ണം വെക്കണമെന്നില്ല. ചില ആളുകൾ വെള്ളം വരെ കുടിച്ചാലും വണ്ണം വെക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? 2 ടൈപ്പ് ആളുകളെ നമ്മൾ കാണാറില്ലേ? അപ്പൊ വണ്ണം വെക്കാത്ത ആളുകളോട് അസൂയ തോന്നും അല്ലെ? അവരെന്ത് ഭക്ഷണം കഴിച്ചാലും, എത്ര അധികം ഭക്ഷണം കഴിച്ചാലും നല്ല സ്ലിം ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ.
അല്ലെങ്കിൽ സ്കെൽറ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ, അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ് കേട്ടോ. അതിനകത്ത് ജനറ്റിക്സിന്റെ ഇതൊക്കെ ഉണ്ട്, പാരമ്പര്യമൊക്കെ അതിനകത്ത് വരുന്നതാണ്. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ്. അപ്പൊ കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുമായിട്ട് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യുമ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും കുട്ടികളുടെ ശരീരം കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും മാൽന്യൂട്രീഷന് കാരണമാകാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഇറ്റ് മേ റിസൾട്ട് ഫ്രം ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. അതായത് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിലേക്ക് ഇത് എന്താ പറയാ ആകുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ മാറ്റുന്നു. അതായത് പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് വിരക്തി, അങ്ങനെയുള്ള മടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ, അതായത് ദഹനത്തിലുള്ള പ്രശ്നങ്ങൾ, ഡൈജഷനിലുള്ള പ്രശ്നങ്ങള്, അതുപോലെ ശരീരം ഫുഡ് അബ്സോർബ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങള്, അതും ഇതിന് കാരണമാകാറുണ്ട്. ദെൻ അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻ, അതായത് പലതരം രോഗങ്ങൾ വരാം. നമുക്ക് ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സ്പെസിഫൈഡ് അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ കഴിയാത്ത, അതായത് കാരണം അറിയാത്ത, അല്ലെങ്കിൽ പേര് പോലും അറിയാത്ത രോഗങ്ങള് ഈ മാൽന്യൂട്രീഷൻ മൂലം കുട്ടികളിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ചില ഏരിയകളിൽ നമുക്ക് കാണാൻ പറ്റും. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭക്ഷണം വേണ്ട രീതിയിൽ കിട്ടാത്ത അവസ്ഥയിലുള്ള കുട്ടികൾ. നമുക്കിപ്പോ അറിയാം, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ 3 കാര്യങ്ങളും നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ലാക്ക് ഓഫ് ഫുഡ്, അൺസേഫ് വാട്ടർ സപ്ലൈസ് ആൻഡ് ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ. അതായത് ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവര്. നമുക്കറിയാം ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ സ്ട്രീറ്റിലിരുന്ന് ധാരാളം കുഞ്ഞുങ്ങള് അല്ലെ ഭിക്ഷ എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. തികച്ചും അതായത് കുഞ്ഞു കുഞ്ഞു ചേരികളാണ് ഉണ്ടാവുക. ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ ബീഹാർ പോലുള്ള സംസ്ഥാനത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ചേരികളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ജനസംഖ്യ എന്താ പറയുക കൂടുതലാണ്, ഒരുവിധമുണ്ട് പോപ്പുലേഷൻ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാല് ജനസാന്ദ്രത കൂടുതലാണ്. അതായത് ഉള്ള ആളുകളിൽ വെച്ച് ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ ആ 100 പേരും തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. ധാരാളം ചേരികളിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം ലഭിക്കുന്നില്ല, കറക്റ്റ് ആയിട്ട് വൃത്തിഹീനമായിട്ടുള്ള, അതായത് വൃത്തിയില്ലാത്ത രീതിയിലുള്ള വെള്ളമാണ് അവർ കുടിക്കുന്നത്. ഓക്കെ, ഒട്ടും സേഫ് അല്ലാത്ത വെള്ളം കുടിക്കുന്നു. അതുപോലെ തന്നെ അതായത് മര്യാദയ്ക്ക്, അതായത് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ എന്താ ശരിയായ രീതിയിൽ നടക്കാത്ത രീതിയിൽ, അതായത് ശരിയായിട്ട് കുളിക്കുന്നില്ല, ശരിയായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള അതായത് ഒരു ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ, ശുചിത്വം കുറവിൽ ജീവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോ ഇവരിലൊക്കെയാണ് ഇത്തരത്തിൽ ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പല കാരണങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാത്തത് മാത്രമല്ല, ഭക്ഷണം പ്രോപ്പറായിട്ട് അവരുടെ ഉള്ളിൽ ചെല്ലുന്നില്ല. അതുപോലെ എന്താ പറയാ വൃത്തിഹീനമായിട്ടുള്ള വെള്ളമാണ് അവർ കുടിക്കുന്നത്. പിന്നെ അവര് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവര് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ശുചിത്വം ഇല്ലാത്ത, സാനിറ്റേഷൻ നല്ല രീതിയിലല്ലാത്ത ഒരു ഏരിയയിലാണ് അവര് നിൽക്കുന്നത്. അപ്പൊ 3 കാരണങ്ങൾ കൊണ്ടും മാൽന്യൂട്രീഷൻ വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. കേരളത്തിലൊന്നും അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും മാൽന്യൂട്രീഷൻ ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? എന്തുകൊണ്ടാ ഇല്ലാത്തെ? ഇവിടെ കുട്ടികളുടെ സർക്കാരിനാണെങ്കിലും ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. രക്ഷിതാക്കൾക്ക് മാത്രമല്ല, പാരന്റ്സിന് മാത്രമല്ല അവയർനെസ് ഉള്ളത്, സർക്കാരിന്, ഗവൺമെന്റിന് ഇതിന് പ്രത്യേക ഒരു താല്പര്യമുണ്ട് അല്ലെ. കുട്ടികൾക്ക് ഇന്ന ഭക്ഷണം കൊടുക്കണം അല്ലെ. ഇപ്പൊ തന്നെ സ്കൂളുകളിൽ ഫ്രൈഡ് റൈസും എന്താ പറയാ കേട്ടില്ലേ നിങ്ങൾ? ന്യൂസ് കണ്ടില്ലേ? സ്കൂളുകളിൽ പുതിയ രീതിയിൽ ഫ്രൈഡ് റൈസ്, പിന്നെ മസാല കറി, അംഗൻവാടി അതായത് ഒരു കുട്ടി ഒരു വീഡിയോ ചെയ്താണ് അല്ലെ, എന്റെ അമ്മ എന്തോ വീഡിയോ എടുത്തതാണ്, അത് ഭയങ്കരമായിട്ട്
ആ വീഡിയോ എന്താണ് ഗവൺമെന്റ് അതോറിറ്റീസിന് മുന്നിൽ അത് അവര് കണ്ടു. അതിന് ശേഷമുള്ള പെട്ടെന്നായിട്ടുള്ള ഒരു റെസ്പോണ്ടിന്റെ ഭാഗമായിട്ടാണ് പുതിയ മെനു തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എത്രയും, അതായത് നമ്മുടെ ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ മറ്റ് അതോറിറ്റികളായാലും ഒക്കെ എത്രയും നല്ലത് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് ചിന്തിക്കുന്നവരാണ്. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതൽ അവര് ഒരു താല്പര്യം കുട്ടികളുടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലായാലും ഒക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഈ ഒരു കണ്ടീഷൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരുന്നില്ല. ഓക്കെ, പിന്നെ വല്ലപ്പോഴും നമുക്ക് റയറായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദിവാസി ഊരുകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്നിരുന്നാലും അവിടുത്തെ അതോറിറ്റികളും ഗവൺമെന്റുകളും ഒക്കെ ഇടപെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി എത്തിക്കുന്നുണ്ട്. അവർക്ക് അവയർനെസ് പൊതുവെ കുറവാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇടപെട്ട് അവിടെ എത്തിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, എന്താ പറയാൻ വന്നല്ലോ ആരോ? എന്താ പറയാൻ വന്നത്? ആയാലും നല്ല ഫുഡാണ് സ്കൂളില്. എന്റെ മക്കളൊക്കെ, മൂത്ത മക്കളൊക്കെ 7ലും 6ലേക്ക് പഠിക്കണം. അവർക്കും കറി ഉണ്ടാവും, സാമ്പാറും ഉണ്ടാവും, ഒരു തോരനും ഉണ്ടാവും എന്നും സ്കൂളില്. അതേ മുട്ട, പാലൊക്കെ ആഴ്ചയില് ഉണ്ട്, എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. നല്ല ഫുഡാണ് സ്കൂളില്. ശരിക്കും പറഞ്ഞ ടീച്ചേഴ്സ് ഒന്നും കൊണ്ടുവരുന്നില്ല ഫുഡ്, അവിടെ നിന്ന് തന്നെയാ കഴിക്കുന്നത് അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇല്ല, അവര് വിളമ്പി കൊടുക്കും, അവരും അത് തന്നെ കഴിക്കണത്, സെയിം ഫുഡ്. ഇത്രയും നല്ല ഫുഡല്ലേ? ഇത്രയും നല്ല ഫുഡൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ മടിയും പാടും ഒക്കെയാണ്. അപ്പൊ അവിടെ ഒരു ചാറ് കറിയും കിട്ടും, ഒരു തോരനും കിട്ടും, അങ്ങനെയുള്ള കാര്യം ചോറ് കിട്ടും, സലാഡും ഒക്കെ ഉണ്ട് മാം. എന്താണ് സലാഡും പപ്പടവും ഒക്കെ ഉണ്ട്. സലാഡും പപ്പടവും ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, then ഇതൊന്ന് വായിച്ചു നോക്കൂട്ടോ നിങ്ങള്, മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം. മാൽന്യൂട്രീഷൻ ഗീവ്സ് റൈസ് ടു ദ ഫോളോവിങ് കണ്ടീഷൻ. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്തേ. ഞാൻ വായിക്കട്ടെ. Malnutrition gives rise to the following conditions: physical condition, bad posture, standing, writing, sitting, pale face, drowsiness, laziness, easy fatigue, awareness of diseases, poor eyesight, and underweight. Mental condition, passiveness, forgetful memory, gloominess, slow comprehension and irritation, lack of attention and concentration. എന്താ പറയുന്നേ? മാൽന്യൂട്രീഷൻ കൊണ്ട് ഉണ്ടായേക്കാവുന്ന ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും ആണ് പറയുന്നത്. ഫിസിക്കൽ കണ്ടീഷൻ ബാഡ് പോസ്ചർ, സ്റ്റാൻഡിങ്ങും റൈറ്റിങ്ങും സിറ്റിങ്ങും ഒന്നും പ്രോപ്പർ ആയിരിക്കൂല. പെയിൽ ഫേസ്, വളരെ വാടിയ ക്ഷീണമുള്ള മുഖമായിരിക്കും. ഡ്രോസിനെസ് എന്നാ മാം? അത് മനസ്സിലായില്ല. മയക്കം, ഡിസിനെസ് പോലെ, തലകറക്കം, അങ്ങനത്തെ പോലത്തെ സംഭവമാണ്. ലേസിനെസ്, മടി. ഈസി ഫാറ്റിഗ്, ഈസി ഫാറ്റിഗ്, ക്ഷീണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ക്ഷീണമാണ് കേട്ടോ. അവയർനെസ് ഓഫ് ഡിസീസസ്, അതായത് രോഗത്തെ കുറിച്ച് ഒരു ഇതുണ്ടാവില്ല, മനസ്സിലാവില്ല. പുവർ ഐസൈറ്റ്, കാഴ്ച വളരെ കുറവായിരിക്കും. അണ്ടർ വെയിറ്റ്, വെയിറ്റ് കുറവായിരിക്കും.
കുറവായിരിക്കും. മെന്റൽ കണ്ടീഷൻ ഒരു മിനിറ്റ് കേട്ടോ റസ്മിന, ഞാനൊന്ന് പറയട്ടെ. ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് മാൽന്യൂട്രീഷന്റെ, അതായത് താഴെ പറയുന്ന ഘടകങ്ങളാണ് മാൽന്യൂട്രീഷനിൽ ചില പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഫിസിക്കൽ കണ്ടീഷനിൽ വരുന്നത് ബാഡ് പോസ്റ്റേഴ്സ് ആണ്. അതായത് സ്റ്റാൻഡിങ് പ്രോപ്പർ ആയിരിക്കില്ല, റൈറ്റിംഗ് അതായത് എഴുതുന്നത് പ്രോപ്പർ ആയിരിക്കില്ല, ഇരിക്കുന്നത് പ്രോപ്പർ ആയിരിക്കില്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പെയിൽ ഫേസ്, അതായത് വാടിയ വിളറിയ മുഖമായിരിക്കും ഉണ്ടാവുക. ഡ്രോസിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മയക്കമാണ്. ലേസിനെസ് എന്ന് പറഞ്ഞാൽ അലസതയാണ്. പിന്നെ ഈസി ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്, ടയർഡ്നെസ് ആണ്. പിന്നെ അവയർനെസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാല് അതായത് നമുക്ക് എന്താണ് പറ്റിയെന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല, എന്താണ് നമ്മുടെ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവില്ല. പിന്നെ ഐസൈറ്റ്, അതായത് കാഴ്ച മങ്ങൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ അണ്ടർ വെയിറ്റ് ആണ്, വെയിറ്റ് തീരെ കുറവായിരിക്കാം. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വായിച്ചോളൂ കേട്ടോ. മെന്റൽ കണ്ടീഷൻ റീഡ് ചെയ്തോളൂ. മെന്റൽ കണ്ടീഷൻ പാസീവ്നെസ്. മാം ഡ്രോൾനെസ് എന്തുവാ? എന്താണ്? മയക്കം, മയക്കമാണ് കേട്ടോ. ഓക്കെ. പാസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം പോലെ ഉള്ളൊരു സംഭവം തന്നെയല്ലേ, ഒരു ഉഷാറില്ലാത്ത പറ്റാത്ത അവസ്ഥ കേട്ടോ. അതെ, നോട്ട് എനർജറ്റിക് എന്ന് എഴുതിയാൽ മതി. നോട്ട് എനർജറ്റിക്. ആവാത്ത അവസ്ഥ. ഫോർഗറ്റ്ഫുൾ മെമ്മറി, മറന്നു പോകുന്ന ഓർമ്മക്കുറവുള്ള ബ്രെയിൻ ആയിരിക്കും. ഗ്ലൂമിനെസ്, എപ്പോഴും ഒരു വാടിയ പോലത്തെ ഒരു ഇരിക്കും. സ്ലോ കോംപ്രഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ലോ കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പോ കേൾക്കുന്നതാവട്ടെ കാണുന്നതാവട്ടെ അത് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്, മന്ദഗതിയിലായിരിക്കും. ഒരാളൊരു കാര്യം നമ്മളോട് പറഞ്ഞു, നമ്മളത് സ്ലോ ആയിട്ടായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, മന്ദഗതിയിലാകുക എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സ്ലോ മോഡ് അല്ലേ? അതെ അതെ, സ്ലോ മോഡായിരിക്കും എല്ലാത്തിനും ഉണ്ടാവുക, കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ. ഓക്കെ, പിന്നെ ഇറിറ്റേഷൻ, അസ്വസ്ഥത ഉണ്ടാവും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇറിറ്റേഷൻ ആയിരിക്കും, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും നമുക്ക്. ലാക്ക് ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഇല്ലായ്മ, ഒന്നിനോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെ അതെ. അപ്പൊ മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പാസീവ്നെസ് ഉണ്ട്, അതായത് നോട്ട് എനർജറ്റിക് ആണ്. പിന്നെ ഫോർഗറ്റ്ഫുൾ മെമ്മറി, ഓർമ്മക്കുറവ് ഉണ്ടാകാം. പിന്നെ ഗ്ലൂമിനെസ്, വിഷാദം ഉണ്ടാകാം. ഡിപ്രഷൻ എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു അവസ്ഥയിലേക്ക് പോകാം. പിന്നെ സ്ലോ കോംപ്രഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാല് എന്തും മന്ദഗതിയിലാണ് നമ്മൾ എടുക്കുക. ഓക്കെ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്, അത് കേൾക്കുന്നതാവട്ടെ കാണുന്നതായിട്ടെ. പിന്നെ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കുള്ളൂ, അസ്വസ്ഥതകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഏകാഗ്രത, കോൺസെൻട്രേഷനുള്ള കുറവും ഉണ്ടാകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെന്റൽ കണ്ടീഷനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്യാട്ടോ. അപ്പൊ ഇതൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. എന്താണെന്ന് നോക്കാം അല്ലെ നമുക്ക്. ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്, the food which contains all required nutrients and has the essential calorie value is called a balanced diet. A balanced diet is very important for growing children. A balanced diet contains roughly 400 calories of proteins, 900 calories of fat, and 1700 calories of carbohydrates. While selecting food items, not only the calorie value, but the nutritional value also should be taken into account, especially when it is meant for children because they require nutritious food for their proper growth. അതായത് ഈ ഫുഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ്, ന്യൂട്രീഷ്യസ് കണ്ടന്റ് ആവശ്യമാണ്. നമ്മൾ ഇത്രയും നേരം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അതില് കലോറിക് വാല്യൂ ഉണ്ടായിരിക്കണം. ന്യൂട്രീഷ്യസ് കണ്ടന്റ് മാത്രമല്ല, കലോറിക് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് കുട്ടികളെ വളരാനായിട്ട് സഹായിക്കും. അത്തരത്തിലുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ട് കുട്ടികളുടെ ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റില്
എന്താണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് 400 കലോറി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ 900 കലോറീസ് ആയിരിക്കണം ഫാറ്റ് വരേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് വരേണ്ടത് 1700 കലോറീസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലോറിക് വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മൾ ന്യൂട്രീഷണൽ വാല്യൂവിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു ഫുഡ് ഐറ്റമില് കലോറി കൂടുതലാണ് എന്നാൽ ന്യൂട്രീഷൻ കുറവാണെങ്കിൽ ആ ഫുഡ് നമ്മൾ എന്താ അതിന് ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഒരു ഫുഡ് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കലോറിക് വാല്യൂ കുറവും ന്യൂട്രീഷൻ വാല്യൂ കൂടുതലാണെങ്കിൽ അത്തരം ഫുഡുകൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ കേസിലാണെങ്കിൽ പ്രത്യേകിച്ചും ന്യൂട്രീഷൻ വാല്യൂ കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കുട്ടികളുടെ വളർച്ചയെ സഹായിക്കും. ഓക്കെ, അപ്പോ വളരുന്ന പ്രായത്തില് ഇത്തരത്തിലുള്ള ഫുഡ് കൊടുത്താൽ മാത്രമാണ് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും ബ്രെയിൻ ഡെവലപ്മെന്റും പ്രോപ്പർ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ കാണുന്ന ടേബിളില് കുട്ടികളുടെ ബാലൻസ്ഡ് ഡയറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫുഡ് സ്റ്റഫ് 1 to 3 years, 4 to 6 years, അതായത് 1 തുടങ്ങി 3 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെയും 4 തുടങ്ങി 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെയും ഫുഡിന്റെ എത്രയാണ് ഓരോ ഇത് വരുന്നത്, എത്രയാണ് അളവ് വരുന്നത് എത്രയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് പൾസസ് 1 to 3 years ആണെങ്കിൽ 150 grams, ഇനി 4-6 years ആണെങ്കിൽ 200 grams ആണ് കൊടുക്കേണ്ടത്. സിറിയൽസ് 15 grams ആണ് 1 തുടങ്ങി 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ദെൻ 4 to 6 years ആകുമ്പോൾ 60 grams ആകും. ദെൻ ഗ്രീൻ വെജിറ്റബിൾസ് 1 to 3 years 50 grams, 4 to 6 years 75 grams ആണ്. ദെൻ അടുത്തത് അതർ വെജിറ്റബിൾസ് ആണ് 1 to 3 years 30 grams, then 4 to 6 years 50 grams ആണ്. Then fruits 1 to 3 years 50 grams and 4 to 6 years 50 grams. Milk 1 to 3 years 300 grams ആണ്, 4 to 6 years 250 grams ആണ്. Then oil and fat 1 to 3 years 20 grams ആണ്, 4 to 6 years 25 grams ആണ്. Then meat and fish 1 to 3 years 30 grams, 4 to 6 years 30 grams ആണ്. Then sugar and jaggery 1 to 3 years 30 grams, 4 to 6 years 40 grams. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ആക്ടിവിറ്റി തരാം, ചെയ്തുകൊണ്ട് വരിക കേട്ടോ. അസൈൻമെന്റ് അല്ല കേട്ടോ, ആക്ടിവിറ്റി ആണ്. ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യുക, ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അധികമൊന്നും വേണ്ട, കുറച്ചൊന്ന് ബ്രീഫ് ആയിട്ട് എഴുതിയാൽ മതി. കുറച്ചൊരു 4-5 സെന്റൻസിൽ ഒതുങ്ങുന്ന രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. ടേബിള് നോക്കുക, കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്, എന്താണ് അവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നത്, എന്താണ് അവിടെ കുറവ് വരുന്നത്, അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, മലയാളം അല്ല ഇംഗ്ലീഷാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പൊ ചെയ്തിട്ട് വരിക കേട്ടോ എല്ലാവരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? മാം ഒരു കാര്യം ചോദിക്കട്ടെ? മാം ഈ വൈവേ ഇല്ലേ, അതിന് നമ്മൾ അവിടെ വരണമല്ലോ, അത് എത്ര മാസം ആകുമ്പോഴായിരിക്കും അവിടെ വരേണ്ടത്? എത്ര മാസത്തിനുള്ളതായിരിക്കും? എന്താണ് വൈവ? വൈവേന്നും പറഞ്ഞുണ്ടല്ലോ, അന്ന് പറഞ്ഞില്ലേ, സാറ് പറഞ്ഞില്ലേ വൈവയുടെ എന്തോ എക്സാം ഉണ്ട്, അന്നേരം വരണോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു? വൈവയുടെ എക്സാം? വൈവ ഇവിടെ നടത്തുന്നത് ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈൻ ആണോ? അല്ല, വരാൻ പറ്റുന്നവര് അങ്ങനെ വന്ന മറ്റേ റെക്കോർഡ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് ചിലവര് വരാറുണ്ട്, ഭൂരിഭാഗം പേരുമല്ല. ഇവിടെ എത്തിച്ചേരാൻ പറ്റാവുന്നവര് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാറുണ്ട്, പ്രാക്ടിക്കൽസ് കൊടുക്കുമ്പോ. അപ്പോ വേണമെങ്കിൽ അവിടെ വെച്ച് വൈവ നടത്താം. അതിന് കുറെ നാള് കഴിയണം, ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
ഓൺലൈൻ ആയിട്ടാണ് വൈവ നടത്തുന്നത് കേട്ടോ. നേരിട്ട് കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പ്രാക്ടിക്കൽ ക്ലാസ് വെക്കും ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നവരാണെങ്കിൽ എത്തിച്ചേരുക, നിർബന്ധമില്ല. ഓക്കെ, അതായത് മാക്സിമം വരാൻ പറ്റുന്നവർ തന്നെയാണെങ്കിൽ നമുക്ക് നേരിട്ട് മെറ്റീരിയൽസ് കാണാമല്ലോ. ഓക്കെ, ആരെയും കമ്പൽ ചെയ്യുന്നില്ല. അപ്പൊ വരുമ്പോൾ നിങ്ങൾക്ക് അന്ന് വൈവ കണ്ടക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വൈവ എടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറെ നമുക്ക് ഇവിടെ വന്ന് വൈവ എടുക്കണം അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് വൈവ കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കലി നിങ്ങൾ ലാസ്റ്റ് കഴിയാറാവുമ്പോഴെന്നല്ല, ഒരു കഴിയാറാകുന്നതിന് ഒരു 2 months ഒക്കെ മുമ്പായിട്ട് ചിലപ്പോ വരാം. അതിലെന്താണ് വരുന്നത് പ്രാക്ടിക്കൽ വൈവയില് വരുന്നതോ? അത് നിങ്ങളിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഇപ്പൊ പറയാനായിട്ട് അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയുന്നതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അതല്ല മാം, ഞാൻ ചോദിച്ചത് എത്ര മാസം ആവുമെന്ന് ചോദിച്ചതാ. എത്ര മാസത്തിനുള്ളിൽ? ഇത് 1 year കോഴ്സ് അല്ലേ? 10 months. PG ആണെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ. അത് ആ സമയം ഒരു 7-8 മാസമൊക്കെ കഴിയട്ടെ, അപ്പൊ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. മാം നമുക്ക് ആക്ടിവിറ്റി തന്നില്ലേ, അത് എഴുതണ്ടേ? അത് നിങ്ങള് ആ പേപ്പറിൽ എഴുതാം, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതാം. ടേബിള് വരച്ചിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. ടേബിള് വരയ്ക്കുക, എന്നിട്ട് ആ ടേബിളിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നിഗമനം അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്താണെന്ന് എഴുതുക, ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ബോധേഡ് ആവരുത് കേട്ടോ. ഇപ്പൊ നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ നാള് കഴിയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാകും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ മിസ്, ഒറ്റ ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ ഞാന്. ഇതില് നമ്മള് ടേബിള് വരച്ച് എഴുതുന്ന സമയത്ത് ഇപ്പൊ ഇതില് എന്താ പറയാ, ഷുഗർ ആൻഡ് ജെറിൻ 30-യും 40-യും കൊടുത്തിട്ടുണ്ടല്ലോ, 30 grams and 40 grams. അപ്പൊ ടേബിൾ വരച്ചെഴുതി. അപ്പൊ ഇത് ഷുഗർ ഇത് പറഞ്ഞ് എഴുതിയിട്ട് 1 to 3 years 30 grams എഴുതുന്നു എക്സ്പ്ലനേഷനില്. അത് കഴിഞ്ഞ് 4 to 6 40 grams. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസമാണോ എഴുതേണ്ടത് ഉദ്ദേശിച്ചത്? വേരിയേഷൻ വരാം, പല കാര്യത്തിൽ അവിടെ കൂടുതൽ കുറവുകളൊക്കെ ഉണ്ടാകാം, വേരിയേഷൻ വരാം. അത് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രായത്തിനനുസരിച്ച്. അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണല്ലോ മിസ് എഴുതേണ്ടത്? അത് നിങ്ങൾ ഓവറോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഇവിടെ എഴുതിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തന്നെ എഴുതി വെക്കണം എന്നില്ല. എന്താണോ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ കണ്ടിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആക്കി തരുമോ? എത്ര റെക്കോർഡാണ്? 5 റെക്കോർഡാണ്. 5 റെക്കോർഡ്. അത് ഓരോ വിഷയം അങ്ങനെയാണോ? അത് ഓരോന്നും തരും നിങ്ങൾക്ക്. സ്റ്റോറി കളക്ഷൻ, മൈ കളക്ഷൻ ബുക്ക് ഉണ്ട്, പിന്നെ പാരന്റസ് റെക്കോർഡ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആ സമയമാകുമ്പോ പറഞ്ഞു തരും കേട്ടോ. ശരി. ഓക്കെ സൈൻ ഔട്ട് പറഞ്ഞോളൂ. സൈൻ ഔട്ട് പറഞ്ഞോളൂ. സോറി, ഞാന് പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയ ഒരു കവിതയാണ്, വെള്ളം പൊങ്ങുമ്പോൾ എന്ന കവിതയാണ് ആലപിക്കാൻ പോകുന്നത്. ഉണ്ടനർത്ഥം കേരളം പുരികളെല്ലാം കയ്യും കണക്കുമില്ല. വിണ്ടതു കൊണ്ടെന്റെ കേരളത്തിൽ വന്നേ നാശം, വെള്ളിടുവാൻ മാത്രമേ ഉള്ളൂ ശേഷം. കുണ്ടിടിന്റെ പാടി കൂറിയാടിയം ജബൽ അങ്ങുമിങ്ങും പരവും മുടങ്ങിയിട്ടുണ്ടേ. കന്മലയിൽ ഒഴുകിയ മെല്ലടിച്ചു കേമ്പ് പിന്നെ വീണൊലിച്ച
കളിച്ചു പോണ പോത്തും കുട്ടീനെ വിടുങ്ങി കൂറുവാൻ കരയ്ക്കുണ്ടായിടയോ കോപമായി വെള്ളം അടിച്ച് കേറ്റിടെ സമുദ്രം മോടിയൂറ്റിയ വിധം തിരുവിധം കൂറെല്ലാം മൂടിക്കൊല്ലത്തും പറയാൻ ഉണ്ടനേകം തൊല്ലാം ഉണ്ടനർത്ഥം കേരളം മറ്റു പുരികളിലെല്ലാം ഉണ്ണിയാലാതിലൊരു കയ്യും കണക്കുമില്ല വിണ്ടത് കൊണ്ടിന്റെ കേരളത്തിൽ വന്നേന വില്ലിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം. താങ്ക് യു മാം. സൈനിങ് ഓഫ് സുറുമി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, ma'am.